റിസൾട്ടൊക്കെ ചെയ്ത് നോക്കി. നല്ല റിസൾട്ട് ആയിരുന്നു സാറേ. അതുപോലെ പച്ചമുളക് എന്ന് പറഞ്ഞാല് ഉണ്ടായി കഴിഞ്ഞ് വെറും ഒരു വടി പോലെ നിന്നിരുന്ന പച്ചമുളകായിരുന്നു. അതിന് നമ്മുടെ ഗാർഡൻ ഗോൾഡ് സോയിൽ ഇട്ടതിന് ശേഷം ഭ്രാന്ത് പിടിച്ചോണം മുളക് ഉണ്ടായത്. എത്ര മാത്രം ഉണ്ടായിരുന്നു, ഒരു 500 രൂപയ്ക്കും കൊടുത്തു പൊട്ടിച്ച്. ബാക്കി അയൽവക്കത്തൊക്കെ എല്ലാവർക്കും കൊടുക്കുക വരുമ്പോ. അത്രമാത്രം ഉണ്ടായിട്ട്. പിന്നെ സാറേ ഞങ്ങളൊരു 6-7 കൃഷിക്കാർക്ക് കഴിഞ്ഞ കൃഷിക്ക് ഞാൻ ഇതിന്റെ വളം കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ റിസൾട്ടാണ്. നമ്മുടെ ഓരോ നെൽമണികളും നല്ല തുടുത്ത മണികള്. അതുപോലെ ഇതില് ചണ്ട് എന്ന് പറയില്ലേ സാറ്, അറിയല്ലേ? ചണ്ടിന്റെ അളവൊന്ന് വളരെ കുറവ്. അതുകൊണ്ട് നമ്മൾ അടുത്ത കൃഷി ആകുമ്പോഴേക്കും കുറെ പേരുകൾ നമ്മളോട് ഇപ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും ഹരിതസഞ്ജീവനിയുടെ കൂടുതൽ പ്രൊഡക്റ്റ് ഇനി അടുത്ത കൃഷിക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന വലിയൊരു പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു. പിന്നെ അതുപോലെ വാഴയ്ക്ക് കൊടുത്തിട്ടുണ്ട് സാറേ. പിന്നെ ഞങ്ങൾ വാഴയ്ക്ക് വളം കൊടുക്കാൻ പോകുമ്പോ അവിടെ ഒരു അനുഭവം ഉണ്ടായത്, മാവിന് പൂവ് കൊഴിയുന്നു. അതിന്റെ കണ്ണിമാങ്ങയൊക്കെ വിരിഞ്ഞതൊക്കെ കൊഴിഞ്ഞു പോയി. മുറ്റത്ത് തന്നെ ഒരു നല്ല മാവ് ഞങ്ങൾ പോയി കണ്ടിരുന്നു. അപ്പൊ ഇതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. അപ്പൊ ഞങ്ങള് സ്പ്രേമാക്സും മീലാപ്പും ഫസ്റ്റിൽ ഒഴിച്ച് മിക്സ് ചെയ്തതിനു ശേഷം സ്പ്രേമാക്സും റാപ്പിഡും കൂടി ഒന്ന് അടിച്ചോളാൻ പറഞ്ഞു. ആളൊരു തവണ അടിച്ചിട്ട് ഞങ്ങളൊരു 4 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചപ്പോ പറഞ്ഞു, സാറേ നിങ്ങൾ തന്നത് സൂപ്പർ സാധനം കേട്ടാ, ഇപ്പൊ ഒരെണ്ണം അങ്ങനെ കൊഴിച്ചിലും ഇല്ല, മുറ്റത്ത് അങ്ങനെ വീടിന് കാണുന്നില്ല. ഞങ്ങൾ പറഞ്ഞു കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഒന്നുകൂടി അടിച്ചോ. അതിനുശേഷം ഞങ്ങൾ ഈ വാഴത്തോട്ടത്തിൽ പോയിരുന്നു. അപ്പൊ പറഞ്ഞു ഇപ്പൊ എല്ലാ മാങ്ങളും വിരിഞ്ഞ് നല്ല ഇതില് ഉണ്ടാവുന്നുണ്ട്, എണ്ണം കൂടി വരണമെന്ന് തോന്നണം വിരിഞ്ഞ് മാങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ. പിന്നെ നമുക്ക് വാഴയ്ക്ക് കൊടുത്തതില് നമുക്ക് എല്ലാം ഒരേ മേനി, അത് താഴെ മേലെ തൊട്ട് അടി വരെയും എല്ലാം ഒരേ വലിപ്പത്തിലുള്ള കായകളാണ് കാണാൻ കഴിഞ്ഞത്. ഇതിന്റെയൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട് സാറേ, ഞങ്ങളുടെ ഇതിൽ നിന്ന് സാറ് ഞാൻ തെങ്ങിന്റെ കാര്യം പറയാനായിരുന്നു. വീഡിയോ ഓൺ ചെയ്യണില്ല സാറേ. എനിക്ക് ഞാൻ ഇവിടെ 2 തെങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു. അത് 3 വർഷം കൊണ്ട് കായ്ക്കുന്നൊക്കെ പറഞ്ഞ് തന്ന തെങ്ങാണ്. പക്ഷെ അതില് ഒരെണ്ണം ഒരു 3 കൊല്ലം കഴിഞ്ഞൊരു 5-6 കൊല്ലമായിട്ടുണ്ട് ഇപ്പൊ. പക്ഷെ അത് ഒരെണ്ണത്തില് കൊമ്പൻ ചെല്ലിയുടെ ശല്യവും എന്തോ ചീഞ്ഞലൊക്കെ വന്നിട്ട് ഒരു തെങ്ങ് മൊത്തം നശിച്ചുപോയി. മറ്റൊരു തെങ്ങില് കായ്ച്ചിട്ടുണ്ട്. പക്ഷെ 2 തേങ്ങ മാത്രമാണ് അതില് ഒരു കൊലയിൽ ഉണ്ടായിരുന്നത്. ബാക്കി മച്ചിങ്ങയൊക്കെ എവിടെ പോണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അതുപോലെയായിരുന്നു. അതിൽ ഞാൻ ഗാർഡൻ ഗോൾഡ് ഇട്ടു, നമ്മുടെ സോയിൽ ഹെൽത്ത് ഇട്ടു, ഫ്രൂട്ട് സ്പെഷ്യൽ ഇട്ടു. ഇത് 3 എണ്ണമാണ് ഇത്തിരി ഇടവിട്ട് ഗ്യാപ്പിൽ ഇട്ടിരുന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള മച്ചിങ്ങകളെല്ലാം നല്ല തുടുത്ത് കൊഴുത്ത് എല്ലാം ശരിക്കും അച്ചിൽ വെച്ച് വാർത്ത പോലെ തന്നെ ഒരേ മെഷർമെന്റിൽ വന്നിട്ടുണ്ട്. എണ്ണം ഓരോ കൊലകളിലും കൂടിക്കൂടി വരുന്നുണ്ട്. അതായത് 2 വെച്ച് എനിക്ക് ആ തെങ്ങ് കാണുമ്പോൾ എനിക്ക് നാണം വരുമായിരുന്നു, എനിക്ക് ചിരി വരുമായിരുന്നു. കാരണം 2 മച്ചിങ്ങ അല്ലെങ്കിൽ 2 തേങ്ങ മാത്രം ഉണ്ടായിരുന്നത് അത് പിന്നെ ഒരു 4 എണ്ണായി, 8 എണ്ണായി, 12 എണ്ണായി. ഞാൻ ഓരോന്ന് എണ്ണി നോക്കി. ഓരോരോ വരുന്ന കൊലകളിലും അതിന്റെ ആ മച്ചിങ്ങ ഉണ്ടാവണതിന്റെ വലിപ്പം എണ്ണം കൂടുന്നുണ്ട്, അതേസമയം ഒരേ വലിപ്പത്തിലും കാണുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. താങ്ക് യു സാർ, എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. JRCM. താങ്ക് യു മാഡം. നമ്മുടെ നാട്ടിൽ തെങ്ങില്ലാത്ത ഒരു വീട് പോലും കാണുകയില്ല അല്ലേ? എന്താ പറയുന്നേ? ഇപ്പൊ തെങ്ങിനൊന്നും അങ്ങനെ കായ ഉണ്ടാകില്ല. പണ്ടൊക്കെ ആയിരുന്നു കായ അല്ലേ? പണ്ട് എന്താ ചെയ്തിരുന്നേ? തെങ്ങിന് ചാരമിടുമായിരുന്നു, ആട്ടുംകാട്ടം അല്ലെങ്കിൽ ചാണകപ്പൊടി. പിന്നെ അതൊന്നുമല്ല, തെങ്ങിന്റെ മുകളിൽ കയറി ഉപ്പിട്ട് കൊടുക്കുമായിരുന്നു. ഇനി ഇത് 3ഉം ഇല്ല, എന്നിട്ട് തെങ്ങിനോട് കായ തരൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടാനാണ്? ശരിയല്ലേ? സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ, അടിപൊളി റിസൾട്ടാണ്. ഹരിതസഞ്ജീവനി ഈവൻ ഗാർഡൻ ഗോൾഡിൽ ഇട്ടാലും ശരി, എന്താണോ നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും സ്വന്തം പുരയിടത്തിലൊരു പരീക്ഷ നടത്തി നോക്കൂ. അതുപോലെ തന്നെ ഈ കണ്ട റിസൾട്ടൊക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാവുന്ന ആളോടൊക്കെ പറയൂ. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മളോടൊപ്പം തങ്കച്ച സാറുണ്ട്. ഒരു 4 വർഷം മുമ്പ് ചെയ്ത ആദ്യമേ നമ്മുടെ ഹരിതസഞ്ജീവനി ഒരു 50 കിലോ മണ്ണിലേക്ക് ആദ്യത്തെ ഫസ്റ്റ് നമ്മുടെ ഒന്നാമത്തെ ആ ഒരു 4 പാക്കറ്റിൽ ഒന്നാമത്തെ കലർത്തിക്കൊണ്ട് നമുക്കൊരു 1 ഏക്കറോളം വരും വസ്തു. അപ്പൊ അതിൽ മൊത്തത്തിലാണ് ഞങ്ങൾ അന്ന് ഇട്ടത്. വലിയ അറിവില്ല അന്ന്.
പക്ഷെ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കിളപ്പിച്ചു. പിന്നെ കിളയ്ക്കാൻ വന്നവര് തന്നെ ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്തത്, ഇത് നല്ലപോലെ ഇളക്കമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നമ്മുടെ കപ്പ കൃഷി ചെയ്തു. കൃഷി ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ആ ഒരു എന്താ വിളവെടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ട് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള എന്താ തൂക്കമുണ്ട്. പറിച്ചെടുക്കാൻ തന്നെ പാടാണ് ഭയങ്കര. അത് പകലെങ്കിൽ ഞങ്ങൾ പറിക്കത്തില്ല, സന്ധ്യയ്ക്കോ അല്ല ആള് കാണാത്ത സമയത്ത് പോയാ പറിച്ചെടുക്കുന്നത്. ഇന്ന് അങ്ങനെ. പക്ഷെ ഞങ്ങൾക്ക് അബദ്ധം പറ്റി, ഫോട്ടോ എടുക്കാനോ ഇതുപോലെ ഒന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനോ ഒന്നും ചിന്തിച്ചില്ല. അതുപോലെ തന്നെ തൊട്ടടുത്തുന്ന വാഴയൊക്കെ ആണെങ്കിലും ആ കൊലയൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണയുള്ളതിന്റെ ഇരട്ടിയാണ്. അത് പക്ഷെ അങ്ങനെ കിട്ടിയെങ്കിലും പിന്നെ നമ്മൾ അതിലോട്ടൊന്നും ശ്രദ്ധിക്കാതെ പോയി. വീണ്ടും എന്താ ഇപ്പോഴും കാർഡൻ ബോർഡും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞങ്ങൾ ഈ മഴ തുടക്ക സമയത്ത് തന്നെ വീണ്ടും തെങ്ങിന് മാത്രം തടമെടുത്തിട്ട് ആ തടത്തിലേക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റേജ് ഇട്ട് കഴിഞ്ഞിരിക്കുക. ഇനി മറ്റത് ഓരോന്നും എനിക്ക് ചെയ്യണം, കൂടുതൽ ഇതേക്കുറിച്ച് പഠിക്കണം, ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്തായാലും നമ്മുടെ ഗാർഡൻ ബോർഡ് ഉപയോഗിച്ചും വീട്ടിലേക്ക് പച്ചമുളക്, അതുപോലെ വെണ്ട, പയറ്, അങ്ങനെയുള്ള ധാരാളം കൃഷികൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വാഴയും എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും ഫോട്ടോ എടുത്ത് ഇതുപോലെ ഇത് കണ്ടപ്പോഴാ ഓർക്കുന്നത് നമുക്ക് പറ്റിയ അബദ്ധം. എന്തായാലും നല്ല റിസൾട്ടാണ്, ഭയങ്കര താല്പര്യമാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യാനും. പിന്നെ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, ആരെങ്കിലും ഇങ്ങനെ കണ്ടൊന്ന് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എവിടെങ്കിലും ചെയ്യുമ്പോ ഒന്ന് നേരിട്ട് കണ്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. സാറേ നമസ്കാരം. സാറേ, ഇനി ഓണം എന്ന് പറയാൻ പോകുന്നത്, ഇത് ഞാൻ കഴിഞ്ഞ സീസണിൽ ചെയ്തതാണ്, മേരി ഗോൾഡ്. വളരെ നല്ല റിസൾട്ട് കിട്ടി. കാരണം ഈ ഉണ്ടച്ചെമ്പത്തിയുടെ പൂവിന്റെ വലിപ്പം വന്നു മേരി ഗോൾഡ്. സാധാരണ നമ്മള് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും വളരെ വലിപ്പത്തിലുള്ള മേരി ഗോൾഡ്. അത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ചിട്ടുണ്ട്, സോയിൽ ഹെൽത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഹെൽത്ത് കിറ്റാണ്, ഗാർഡൻ ഗോൾഡ് കിറ്റാണ് കൂടുതൽ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. നല്ലതാണ്, നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറി. ദേവകുമാർ സാർ ഔട്ടായോ? നെറ്റ്വർക്ക് എന്തെങ്കിലും പറയാം. പൈനാപ്പിൾ, കൈതച്ചക്ക ഞങ്ങളുടെ നാട്ടിൽ പറയും. എത്ര കിലോ കാണും ഇത്? പറഞ്ഞില്ലേ, ഈ കൃത്യമായിട്ട് ഇതിന്റെ വെയിറ്റ് പറയുന്നവർക്ക് ഈ കൈതച്ചക്ക തന്നാകാം. 5.245 ഗ്രാമാണ് ഒരു കൈതച്ചക്ക. ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു കൈതച്ചക്ക വാങ്ങിക്കുമ്പോൾ 1 കിലോയ്ക്ക് 3 എണ്ണം കിട്ടുന്ന സ്ഥാനത്ത് ഈ രീതിയിലാണ് ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇനിയുണ്ട് വേറെ റിസൾട്ട്, അടുത്ത് കാണിക്കാം. ആരാണ്? തങ്കച്ചൻ സാർ എവിടെയാണെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. യെസ്. ഏലം, ഇടുക്കിയിൽ നിന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ആയില്ല. ചെയ്ത ഏരിയ കുറച്ച് വാസ്റ്റ് ഏരിയ ആയതുകൊണ്ട് എനിക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാന് ആ തോട്ടം ഞാൻ എടുക്കുമ്പം അവിടുത്തെ തോട്ടത്തിൽ തേങ്ങയുടെ വെയിറ്റ് എന്ന് പറയുന്നത് അറൌണ്ട് 200 to 250 grams ആയിരുന്നു. ഒരു 7-8 മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ വെയിറ്റ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി. അതായത് 700 to 1000 grams തേങ്ങയുടെ അത്രത്തോളം റിസൾട്ട് ആക്കിയെടുക്കാൻ എനിക്ക് പറ്റി. പിന്നെ തെങ്ങിൻ തോട്ടത്തിന് അത് ഞാൻ വാഴ നട്ടത്, അത് അറൌണ്ട് 18 കിലോ വരെയുള്ള തൂക്കമുള്ള വില എനിക്ക് വെട്ടാൻ പറ്റി. അങ്ങനെ ഹരിസഞ്ജീവനി ആണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചത്. മറ്റു കെമിക്കൽസ് ഒന്നും ധാരാളമായിട്ടൊന്നും ഉപയോഗിച്ചിട്ടിരുന്നില്ല. അങ്ങനെ എന്നെ കേൾക്കുന്നവർക്ക് ഒരു പ്രയോജനം ആകട്ടെ എന്ന് ചിന്തിച്ച് മാത്രം ഞാൻ ഇത്തരം പറഞ്ഞത്. നമ്മളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താല്, ഉപയോഗിക്കേണ്ട രീതിയിൽ കൂടി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് അത് ഉറപ്പാണെന്നുള്ളത് എനിക്ക് തെളിയിക്കാൻ പറ്റി.
അപ്പം അത് ഒന്ന് പറയാൻ വേണ്ടി മാത്രം ജസ്റ്റ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിന്റെ ഉപയോഗ രീതികള് 1 വർഷം നിന്നപ്പോൾ ഞാൻ എല്ലാം പഠിച്ചെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം പ്രാക്ടിക്കലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി, പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ പറ്റി. നിശ്ചയമായിട്ടും നാളെ ഒരാളോട് പ്രാക്ടിക്കലായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് അതിന്റെ റിസൾട്ട്. താങ്ക് യു. നാളത്തെ റൂബി ഗിരീഷ് സാറ്, ജിഷ മാഡം അവരുടെ തോട്ടത്തിലെ റംബൂട്ടാന്റെ വീഡിയോ അയച്ചു തന്നിരിക്കുന്നു. ഇതാ, ഇത് പാട്ടൊക്കെ ഉണ്ട്, പക്ഷെ പാട്ട് വരുന്നില്ല കേട്ടോ. ഞാൻ സൗണ്ട് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ റംബൂട്ടാൻ കാണിച്ചാ പോരാ കേട്ടോ. ക്യാ ബാത്. വലയൊക്കെ ഇട്ട് സുരക്ഷിതമായിട്ട് നിർത്തിയിരിക്കുകയാണ്. പഴുത്ത് ഞാൻ മൊബൈലിൽ നിന്നാണ് ഷെയർ ചെയ്ത്, അതിൻ്റെ സൗണ്ട് ഷെയർ കൊടുത്തില്ല എന്നത്, അതുകൊണ്ടായിരിക്കും പാട്ട് വരുന്നില്ല. മനോഹരമായൊരു പാട്ടുമൊക്കെ സെറ്റ് ചെയ്താണ് വിട്ടിരിക്കണേ. സൂപ്പർ. ഇത് ഇങ്ങനെ അവിടെ നിൽക്കുക, ആരും പറിച്ച് തിന്നുന്നില്ല. ഇതെന്തോ സംഭവം? വീഡിയോയിൽ ഇപ്പൊ അവൈലബിൾ അല്ല. ഞാൻ എന്താ പറയാ, റംബൂട്ടാൻ കണ്ടപ്പോ രവി സാറ് വീഡിയോയിലുണ്ട് കഴിഞ്ഞ ദിവസം. ഞാൻ രവി കണ്ടില്ല സാർ ഫോട്ടോ കണ്ടത്. രവി സാറും ശ്രീ സാറും കൂടെ റംബൂട്ടാനായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടു. അതിന്റെ പ്രത്യേകത എന്താ അറിയോ സാറേ? ആ, ഭയങ്കര, അതായത് നമ്മൾ വേറെ എവിടെ നിന്ന് വാങ്ങിയാലും ആ ടേസ്റ്റ് കിട്ടില്ല. യെസ്. അത് ഞാന് ഇവിടെ അടിവാരത്തൊക്കെ ഫാമിലൊക്കെ പോയി 10-15 കിലോ ഈ മാങ്കോസ്റ്റ് റംബൂട്ടാനൊക്കെ വാങ്ങാറുണ്ട്. പക്ഷെ ഇതിന്റെ 7 അയലത്തൊരു രുചി അതിന് കിട്ടാറില്ല. ഞാൻ വീട്ടിലും കൊണ്ടുവന്നിരുന്ന ഒരു രവിസാറ് സമ്മാനം തന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിപ്പോയി കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാ നമ്മുടെ ഗാർഡൻ ഗോൾഡും അതുപോലെ തന്നെ ഫ്രൂട്ട് സ്പെഷ്യലും ഒക്കെ ഇട്ട് ചെയ്യുന്നതിന്റെ. അതൊരു പ്രത്യേക അനുഭവം. പിന്നെ നമ്മളും എന്റെ ഫേസ്ബുക്കിലൊക്കെ കാണാൻ പറ്റും, ഒരു ചെടിമുരിങ്ങ ഞാൻ ഈ ടെറസിന്റെ മുകളിൽ ചെയ്തിട്ട് 160-ലധികം കായാണ് ഗാർഡൻ ഗോൾഡ് വെച്ച് മാത്രം എനിക്ക് പറിക്കാൻ കഴിഞ്ഞത്. അപ്പം ഭയങ്കര റിസൾട്ടാണ്. ശരിക്കും ഈ ഒരു ദൗത്യം നമ്മൾ ശരിക്കും വ്യാപിപ്പിക്കുക. ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും ഇതൊരു 2 മാസമെങ്കിലും നമുക്ക് ഗാർഡൻ ഗോൾഡിന്റെ ഒരു പ്രോഗ്രാം ചെയ്യണം സാറേ. അതാണ് എന്റെ ഈ ഒരു അവസരത്തിലൊരു ആഗ്രഹം. ജയർസിം സാർ, താങ്ക് യു. എല്ലാ താങ്ക് യു ശ്രീ സാർ. മാഡം പറഞ്ഞ തെങ്ങാണ്. ലതാ സുകുമാരൻ മാഡം ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ തെങ്ങിന്റെ കഥ. ദാ നോക്കി, നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞ് എത്രയോ വലിയൊരു തുളയാന്ന് നോക്കി അല്ലേ. ഒരു തൈത്തെങ്ങാണ്, കാണുന്നുണ്ടോ? പക്ഷെ ഈ തെങ്ങിലെ കായ കണ്ട, കാണുന്നുണ്ടോ? ലതാ മാഡം വളരെ വളരെ നന്ദി, താങ്ക് യു. കാരണം നശിച്ചു പോകുമെന്ന് കരുതിയ ഒരു തെങ്ങിൽ നിന്ന് ഇത്രയധികം തേങ്ങ തരാൻ ഹരിതജീവിക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ നാട്ടിൽ തേങ്ങയ്ക്ക് വേറെ എവിടെയും പോകേണ്ടി വരില്ല. എല്ലാവരും ഹരിതജീവിനി അവനവൻ്റെ പറമ്പിൽ ആദ്യം ഉപയോഗിക്കൂ. എവിടെയൊക്കെയാണ് തെങ്ങും തേങ്ങ ഉള്ളത് ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കൂ. ഹരിതജീവിനി ഉപയോഗിച്ച് തെങ്ങിന് ഇത് കൊടുക്കുമ്പോൾ, നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നുണ്ടാകാവുന്ന ഒരു PV ബെനിഫിറ്റ് ഒക്കെ നാളെ പറഞ്ഞു തരാം. കുറേ പ്രൊഡക്റ്റുകളില്ലേ, അതിൻ്റെ PV റീറ്റെയിൽ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ജലസഞ്ചയൻ, വാട്ടർ കണ്ടീഷൻ ഇത് രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നാളത്തെ സെഷൻ. ഓക്കെ. അപ്പോൾ ഞാൻ പുതിയ ആളാണ്. ഹരിസഞ്ജീവനി ഉപയോഗിക്കാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഗാർഡൻ ഗോൾഡ് ഇട്ട് കൊടുത്തിട്ട് ചെടികളൊക്കെ നല്ലോണം നല്ല ഒരു വളർച്ചയുണ്ട്, നന്നായി പൂവിടുന്നുണ്ട്. ഇട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ജർബറയില് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോ നല്ല വലിപ്പത്തില് പൂക്കളുണ്ടായി. ഞാൻ അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ സാറിന് അയച്ചു തരാം. ഓക്കെ, സന്തോഷം. നമുക്ക് സാറേ, വർഗീസ് സാറിന്റെ ക്ലാസ് ഒക്കെ കിട്ടിയാൽ കൊള്ളായിരുന്നു. ആള് നല്ല എന്താ പറയാ, അത് ഉപയോഗിച്ച് നോക്കിയ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഗുണമായിരിക്കും തോന്നുന്നു.
സാധനം വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവരും അത് ചെയ്യാമെന്ന് സമ്മതിച്ച് അവരെ കൊണ്ടെല്ലാം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ എനിയിപ്പോൾ ഒരു ഡൗട്ട് കൂടെ ചോദിക്കാനായിരുന്നു സാറേ. നമ്മുടെ ഒരു 2-2.5 വർഷം പ്രായമായ തൈ തെങ്ങുകൾക്ക് നമ്മൾ എത്ര അളവ് വെച്ച് ഈ പിന്നെ ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുക്കും? 2-2.5 വർഷം എനിക്ക് തോന്നുന്നു. ബേബി സാർ എക്സ്പേർട്ട് നമ്മളോട് ഉണ്ട്. ബേബി സാർ ഇതിനൊരു മറുപടി പറയാമോ? തൈത്തെങ്ങിനല്ലേ സാറേ? അതെ, തൈത്തെങ്ങിന് നമ്മൾ ഗാർഡൻ ഗോൾഡ് ആണ് കൊടുക്കണ്ടേ തുടക്കത്തില്. എത്ര ഗ്രാം വെച്ച് കൊടുക്കണം സാർ അത് ഒരു എണ്ണത്തിന്? ഗാർഡൻ ഗോൾഡ് ഒരു 250 ഗ്രാം കൊടുക്കണം തുടക്കത്തിൽ തൈക്കൾക്ക്. ഇതുവരെ രാസവളം ഉപയോഗിച്ചോണ്ടിരുന്നതാണ്. ഇതുവരെ സാർ അത് രാസവളം ഉപയോഗിച്ചോണ്ടിരുന്നത്, കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. തെങ്ങിന് രാസവളം തുടർച്ചയായിട്ട് കൊടുക്കണ്ട, നിർത്തിക്കോളൂ. അതുകൊണ്ട് പ്രശ്നം വളരെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഡിഫൻഡ് കൊടുക്കാം സാറേ. ചെല്ലിയുടെ ശല്യം ഉണ്ട്, അപ്പൊ ഡിഫൻഡ് കൊടുക്കാൻ പറ്റുമോ? ഡിഫൻഡ് നമുക്കൊരു 10 ഗ്രാം സാറേ 10 ഗ്രാം ഡിഫൻഡ് എടുത്തിട്ട് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ തടി വേരില്ലേ അതിന് ചുറ്റും മാത്രമായിട്ട് ഒഴിച്ച് നനച്ച് അടിയിലേക്ക് കൊടുക്കുക. ഓക്കെ സാർ. 10 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ. ലിറ്റർ വെള്ളം തടിയോട് ചേർത്ത് മാത്രം ഒഴിക്കുക. ഓക്കെ സാർ. കൂടുതൽ ചെല്ലിശല്യം ഉണ്ടെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും 10 ദിവസം കഴിയുമ്പോൾ ഒന്ന്, അങ്ങനെ 3 പ്രാവശ്യം അടുപ്പിച്ച് കൊടുക്കുക. ഓക്കെ സാർ, താങ്ക് യു. 3 ദിവസം കഴിയുമ്പോൾ അതിന് ചെള്ളുണ്ടാവില്ല, ചെമ്പൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ സാർ. ദിവസവും എല്ലാ മാസവും ഒരാളിനെ നിർത്തിയിട്ട് ചെല്ലിയെ പെറുക്കിപ്പിക്കുക. അതിന് 500 രൂപ വെച്ച് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. 3 പ്രാവശ്യം 10 ദിവസം കൂടുമ്പോൾ ചെയ്താൽ ആ തെങ്ങ് പിന്നെ 3 മാസം കഴിയുമ്പോൾ ചെയ്താൽ മതി, ഒരു പ്രാവശ്യം വെച്ച് ഓരോ 3 മാസം. താങ്ക് യു വത്സ മാഡം. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് കൊണ്ട് ഉണ്ടായി. ഹരിസഞ്ജീവിനി, സോയിൽ ഹെൽത്ത്, ഫ്രൂട്ട് സ്പെഷ്യൽ, ഗാർഡൻ ഗോൾഡ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്ത് അതിൻ്റെ നന്മ അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും അനുഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആർക്കും നടന്നു പറഞ്ഞിട്ട് എന്താ കാര്യം? ശരിയല്ലേ? ഓക്കെ, പ്രഭാകരൻ സാർ. കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്യാം. സാർ പറഞ്ഞോളൂ. പ്രഭാകരൻ സാർ അൺമ്യൂട്ടായി, ബട്ട് സൗണ്ട് വരുന്നില്ല. സൗണ്ട് വരുന്നില്ല. നെറ്റ്വർക്ക് പ്രോബ്ലം. കേൾക്കുന്നുണ്ട് സാർ? ഇപ്പൊ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എൻ്റെ ഒരു തെങ്ങുണ്ട് സാറേ, 10 വർഷമായി. പക്ഷെ അത് കായ്ക്കുന്നുണ്ട്, പക്ഷെ അത് കായ അങ്ങോട്ട് വലുതായിട്ട് വരുന്നില്ല. അതിപ്പോ ഇതെങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് എനിക്കറിയത്തില്ല. കാരണം ഇത് ഗാർഡൻ ഗോൾഡൻ ചോട്ടിലല്ലേ കൊടുക്കുന്നത്? അതെ അതെ. പിന്നെ മുകളിലെ ഇതെല്ലാം ഒഴിക്കാനെ കൊണ്ടുവല്ലോ. അത് ബേബി സാറ് അൺമ്യൂട്ട് ആണല്ലോ അല്ലേ? യെസ്. 10 വർഷമുള്ള തെങ്ങിന് കൊടുക്കേണ്ട ഒരു പ്രയോഗ രീതി ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഉപയോഗിക്കുന്ന ആളുകൾ കൊടുക്കുന്ന പ്രൊഫഷൻസ് ആണ് ഏറ്റവും ബെസ്റ്റ്. അത് പറഞ്ഞപ്പോൾ എൽദോ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, മോഹനൻ പാപ്പിനിശ്ശേരി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരുണ്ട്. ഏതായാലും ബേബി സാർ പറയൂ. 10 വർഷം പ്രായം, അതായത് തെങ്ങിൻ്റെയൊക്കെ പ്രായം പെട്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് ഗണിക്കാൻ പറ്റില്ല. 100 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള തെങ്ങുകൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇഷ്ടം പോലെ തേങ്ങ തരുന്നുണ്ട്. ഒരു 3-4 വർഷം ആയത് മുതൽ കായ്ച്ചു തുടങ്ങും. അപ്പോൾ ഒരു 5 വർഷത്തിന് മുകളിൽ പ്രായമുള്ളവയ്ക്കൊക്കെ ചെയ്യേണ്ട രീതി ഏതാണ്ട് ഒന്ന് തന്നെ മതി എന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഏതായാലും ഇതിന് 10 വർഷം കഴിഞ്ഞ് തെങ്ങിന് എന്ത് വേണം എന്നുള്ളത് ഇപ്പോൾ ബേബി സാർ കൃത്യമായിട്ട് പറഞ്ഞു തരും. എല്ലാവരും നോട്ട് ചെയ്തോളൂ, എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കൂ. നാളെ മുതൽ ഹരിസഞ്ജീവിനി, സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലും ഡിഫൻഡും ഒക്കെ ആയിട്ട് അങ്ങ് ഇറങ്ങിക്കോളൂ. ഓക്കെ ബേബി സാർ. താങ്ക് യു സാർ. ജയ് ഹരിസഞ്ജീവിനി. ഒരു 20 ഗ്രാം സോയിൽ ഹെൽത്ത് ഫസ്റ്റ് നമ്മൾ എടുത്തിട്ട് ഒരു 20 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് ഉടനെ തന്നെ കൊടുക്കാം, 2-3 ദിവസം കഴിയുമ്പോൾ കൊടുക്കാം. ഒരു 10 ഗ്രാം ഡിഫൻഡ് ഒരു 10 ലിറ്റർ വെള്ളത്തില് തെങ്ങിന്റെ തടിമക്കോട്ട് ഒഴിച്ചു കൊടുക്കാം, തടിവേരിലേക്ക് ചുറ്റുമായിട്ട്. വീണ്ടും ഒരു 10 ദിവസം കഴിയുമ്പോൾ ഫ്രൂട്ട് സ്പെഷ്യല് ഒരു 20 ഗ്രാം, 10 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെ 20 ഗ്രാം വേണം. 20 ഗ്രാം ഒരു 20 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു ഗാർഡൻ ഗോൾഡ്, അതിനുശേഷം ഒരു ഗാർഡൻ ഗോൾഡ് ഒരു തെങ്ങിന് ഇട്ട് കൊടുക്കുക. ഇതൊരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം.
അതിന് മുന്നേ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലതാണ്. എക്സ്പെൻസ് കൂടും. അതുകൊണ്ട് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം. തെങ്ങിന്റെ കേട് മാറും, മണ്ണിന്റെ കേട് മാറും, മരത്തിന്റെ കേട് മാറും. അതുപോലെ തന്നെ ഒത്തിരി നാളികേരം ഉണ്ടാവും, നല്ല നാളികേരമായിട്ട് മാറും. താങ്ക് യു സാർ. ജയാർത്തിയോ ഗുഡാർത്തിയോ. ഓക്കെ, താങ്ക് യു. നമുക്ക് നമ്മുടെ റൂബി ഗിരീഷ് സാറ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ തുടങ്ങിയതല്ല, വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോ മരം കൂടുതലായപ്പോ നിറച്ച് കായുണ്ടായി. അപ്പൊ എന്ത് ചെയ്യും? തന്നെയല്ല, നമുക്ക് ഇതിന്റെ മേലെ കയറി വലയിടാൻ പറ്റത്തില്ല. അപ്പൊ അത് മക്കള് പറയാണ്, ഇതിപ്പോ റംബൂട്ടാൻ കണ്ട് കഴിക്കാനും പറ്റുന്നില്ല, കാരണം അവര് വലയിട്ടിട്ട് പോയി മേടിച്ച ആളുകള്. അപ്പൊ അവര് പറഞ്ഞു പറിക്കുമ്പോ തരാന്ന് പറഞ്ഞിട്ട് അവര് പോയിരിക്കാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ ഓരോന്നതിന് ഇടയിൽ പറിച്ച് കഴിക്കും. ശരി, വളം കൊടുത്തിട്ടുണ്ട് കുറച്ച് അതിനിടയ്ക്ക്. അതുകൂടാതെ നമ്മുടെ ഗാർഡൻ ഗോൾഡ്, സോയിൽ ഹെൽത്ത്, ഫ്രൂട്ട് സ്പെഷ്യൽ, അതില് റാപ്പിഡൊക്കെ മിക്സ് ചെയ്ത് തട്ടിയിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ടൊന്നല്ല, ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല റിസൾട്ടാണ്, നല്ല ടേസ്റ്റ് ആണ്, ഇഷ്ടം പോലെ കായുണ്ട്. ഇന്നിപ്പോ അവര് വന്ന് ഒരു ഗാർഡൻ ഗോൾഡ് മേടിച്ചു വന്നിട്ടുണ്ട്. ഗാർഡൻ ഗോൾഡ് ഒരു 5 മേടിക്കുക, ഒരു ഫ്രൂട്ട് സ്പെഷ്യൽ മേടിക്കുക, ഒരു സോയിൽ ഹെൽത്ത് മേടിക്കുക, ഒരു റാപ്പിഡ് മേടിക്കുക, ഒരു ഡിഫൻഡ് മേടിക്കുക, ഒരെണ്ണം നമ്മളുടെ പിന്നെന്താ പറഞ്ഞ സ്പ്രേമാക്സ്. ഇത്രയും വാങ്ങി വെക്കുക. നമ്മളൊരു RCM പ്രവർത്തകന്റെ വീട്ടിൽ എല്ലാ സമയത്തും ഇത് ഉണ്ടാവണം. എത്ര പൈസ വരും? കഴിഞ്ഞ ദിവസം ജയകുമാർ സാറ് പറഞ്ഞൊരു കാര്യം, ആള് പറഞ്ഞത് മാസം മിനിമം ഒരു 2500 രൂപയുടെ പച്ചക്കറി മേടിക്കുന്നുണ്ടാവും. ശരിയല്ലേ? നിങ്ങൾ എല്ലാവരും ആലോചിച്ചു, നിങ്ങൾ കുടുംബനാഥനാണെങ്കിൽ ചിന്തിച്ച ഒരു മാസം 2500 രൂപയുടെ പച്ചക്കറി എന്തായാലും മേടിക്കുന്നുണ്ടാവും. ഈ 2500 രൂപയുടെ പച്ചക്കറി അല്ല, വിഷമാണ് വാങ്ങിച്ചു കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തില് 30,000 രൂപയുടെ പച്ചക്കറി നമ്മൾ വാങ്ങുന്നത്, 30,000 രൂപയുടെ വിഷം നമ്മൾ വാങ്ങി കഴിക്കുന്നുണ്ട്. ശരിയാണോ? ഒരു 5,000 രൂപയുടെ നമ്മുടെ ഹരിതസഞ്ജീവനി വാങ്ങാൻ പറ്റി കഴിഞ്ഞാൽ ഒരു 50,000 രൂപ പച്ചക്കറി നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കി വിൽക്കാൻ പറ്റും. ആലോചിച്ച് നോക്കി. അപ്പൊ 30,000 രൂപയ്ക്ക് എന്തിനാ നമ്മൾ ഒരു വർഷത്തില് വിഷമയമായ പച്ചക്കറി വാങ്ങി കഴിക്കുന്നത്? 5,000 രൂപയ്ക്ക് ഹരിതസഞ്ജീവനി വാങ്ങി കഴിഞ്ഞാൽ എത്രയോ പച്ചക്കറി വിറ്റ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. ഇത് കേട്ടപ്പോ സത്യത്തില് ഞാൻ അപ്പോഴാണ് ഈ പച്ചക്കറി മേടിക്കുന്നതിന്റെ ആ ഒരു റേറ്റ് ഞാൻ ശ്രദ്ധിച്ചത്, ആള് പറഞ്ഞപ്പോ. അപ്പൊ ഇതെല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുക. 100% നമ്മൾ ഹരിതസഞ്ജീവനി യൂസ് ചെയ്യുക, ഗാർഡൻ ഗോൾഡ് യൂസ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. താങ്ക് യു. ജയാസ്യം സാറേ, ഞാൻ ഹരിതസഞ്ജീവനിയുടെ ഗാർഡൻ ഗോൾഡും സോയിൽ ഹെൽത്ത്, ഫുഡ് സ്പെഷ്യല് ഇത്രയും പ്രോഡക്റ്റ് ഉപയോഗിച്ച, അതുപോലെ സ്പ്രേ മാക്സ് ഇത്രയും ഉപയോഗിച്ചിട്ട് ഒരു 12 മൂട് മുളക് നട്ടു. മുളക് നട്ടതിന്റെ മുളക് ഞാൻ പറിച്ചതാണിത്. ഇത്രയും മുളക് കിട്ടി. നല്ല കഴിഞ്ഞ വർഷവും ഞാനിത് കൃഷി ചെയ്തായിരുന്നു മുളക്. ഒന്നുകൂടെ ഉയർത്തി പിടിച്ചാ കാണട്ടെ. വേണ്ടേ? കാണാം സാറേ. ഇത് ഇപ്പൊ ഞാൻ പറിച്ചതാണിത്. 1 മാസം കൊണ്ട് ഇത് പറിച്ചു തുടങ്ങിയതാണ്. വേറെ ഒരു വെള്ളവും ചേർത്തിട്ടില്ല. ഞാൻ ആഴ്ചയിലൊരിക്കൽ ഗാർഡൻ ഗോൾഡ് കൊടുക്കും. ബാക്കി ഫ്രൂട്ട് സ്പെഷ്യലും സോയിൽ ഹെൽത്ത്, സ്പ്രേ മാക്സ്. നല്ലതായിട്ട് എന്റെ ചെടി ഞാൻ നാളെ സാറിന് ഞാൻ അയച്ചു തരാം. അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാം. ഇനി ഞാൻ ഇനി കുറച്ചുകൂടെ തക്കാളി, അതുപോലെ വഴുതന ഇതെല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ട്. അതിനി ഉടനെ തന്നെ ഞാൻ ഗ്രോ ബാഗിൽ, എനിക്ക് സ്ഥലം കുറവായതുകൊണ്ട് ഗ്രോ ബാഗിലാണ് കൃഷി. അപ്പോൾ അത് ഞാൻ അടുത്ത് തന്നെ ചെയ്യണം. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് സാറേ. ഈ മുളക് ഉപയോഗിച്ചിട്ട് പാചകം ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പൊ എല്ലാവരും അവരവരുടെ വീട്ടില് ചെറിയ ഓരോ മൂട്, 1-2 മൂട് വീതെങ്കിലും ഒക്കെ കൃഷി ചെയ്ത് വിഷം വാങ്ങി കഴിക്കാതെ ജീവിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. സാറേ, ഞാൻ ഹരിതസഞ്ജീവനി ഉപയോഗിച്ച വാഴയ്ക്കാണ്. വാഴയ്ക്ക് ഹരിതസഞ്ജീവനി ഉപയോഗിച്ചു. ഫസ്റ്റ് സോയിൽ ഹെൽത്തിന്റെ 1ാമത്തെ സ്റ്റേജ് മണ്ണിൽ കൊടുത്തു. 2, 3, 4 വാഴയിൽ അപ്ലൈ ചെയ്തു. വാഴ ശരിക്കും വളം ചെയ്താൽ 9-ാം മാസം കൊല വെട്ടാം. 5 മാസം 5.5 മാസമായപ്പോഴത്തേക്കും ബാക്കി 3 സ്റ്റേജ് അപ്ലൈ ചെയ്തു. പിന്നെ ഫ്രൂട്ട് സ്പെഷ്യൽ എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് ഞാനത് അടിച്ചത് വാഴക്കൊലയുടെ ആ വെള്ളം മാറുമ്പോൾ തന്നെ കൊലക്കടിച്ചു.
പക്ഷേ നല്ല റിസൾട്ട് ആയിരുന്നു. സാധാരണ വളം ചെയ്യുന്നതിനേക്കാളും നല്ല കൊല കിട്ടി. അടിക്കാ വരെ നല്ല ഉള്ളിമേ കിട്ടി. ഒരു കാവൽ തിരിവില്ലായിരുന്നു. മറ്റേ സാധാരണ നമ്മൾ മാർക്കറ്റിൽ കൊല വെക്കുമ്പോ ഒരു പെടലേ അല്ലെങ്കിൽ 2 പെടലർക്ക് അടി കടിച്ചു കളയും, ചെത്തി കളയാവര്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ആ ഷേപ്പ് ഉണ്ടാവില്ല. ഇത് ഒരു കാവും ചെത്താൻ ഉണ്ടായില്ലായിരുന്നു. നല്ല സൂപ്പർ കായായിരുന്നു. അത് കൂടാതെ വാഴക്കൊല വെട്ടുമ്പോൾ ഒരു 4, 5, 6 കൈയൊക്കെ പച്ചക്കൈ ഉണ്ടാവും. അതിനേക്കാളും റിസൾട്ട് നമ്മൾ വാഴ കണ്ണ് പിരിക്കുമ്പോൾ, സാധാരണ കൊല വെട്ടിക്കഴിഞ്ഞാൽ തണ്ട് നമ്മൾ ആ കട മറച്ചാൽ മറഞ്ഞു പോകും. പക്ഷെ ഇത് നമ്മൾ കണ്ണ് പിരിക്കുമ്പോൾ കണ്ണ് തുറ്റുവേരാണ്. അതുപോലെ തന്നെ തണ്ട് മറയ്ക്കാൻ നമുക്ക് നല്ല പാടാണ്. അതുപോലെ വാഴക്കണ്ണ് വിറ്റ് വരെ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര റിസൾട്ടാണ്. അതുപോലെ തന്നെ പയറിന് ചെയ്ത് കഴിഞ്ഞാൽ, പയർ സാധാരണ വാഴയ്ക്കുള്ളിട്ട് കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പോഴത്തേക്കും കളയേണ്ട വരും. പക്ഷെ ഇത് ഉപയോഗിച്ച് നട്ടിട്ട് ഒരു 3 മാസം വാഴ ചെത്തി കൂട്ടണം. അപ്പം നമുക്ക് കളയാൻ തോന്നില്ല, കാരണം ഈ പയർ പിന്നെയും പൂ കുത്തിക്കൊണ്ടിരിക്കുക. ഇലയാണെങ്കിൽ നല്ല വലിപ്പവും നല്ല പച്ചയും, പിന്നെയും നമുക്ക് കളയാൻ തോന്നാൻ ഇതിൽ പൂ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ റിസൾട്ടാണ് ഇതിന്. വണ്ടർഫുൾ റിസൾട്ട് ആണ് വാഴയ്ക്ക്. സാറ് ഇപ്പൊ ഞാൻ ഇപ്പിട്ട് വിട്ടു. ഇപ്പൊ സാറ് ആ വാഴയുടെ വളം ഇട്ടുന്ന ആ ഒരു ഇത് കണ്ടപ്പോ എനിക്ക് ഹാൻഡ് ചെയ്യാൻ കാരണം. ജയ് അർസി സാറേ, ജയ് അർസിൻ, ജയ് ഹരിസഞ്ജീവനി. സാറിൽ നിന്ന് ഗാർഡൻ ഗോൾഡിനെ പറ്റി അറിഞ്ഞിട്ട് ഞാൻ ആദ്യമായി കറിവേപ്പിനാണ് ഇട്ടത്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ അപാര റിസൾട്ട് ആയിരുന്നു. തുടർന്ന് അങ്ങോട്ട് ഗാർഡൻ ഗോൾഡിന്റെ കാലമായിരുന്നു എൻ്റെ കൃഷിയിടങ്ങളിൽ. അപ്പം എല്ലാവരും മുമ്പ് എല്ലാവരും പറഞ്ഞത് അതിശയോക്തിയോടെ തന്നെ ഞാൻ പറയട്ടെ, ഭയങ്കരമായ റിസൾട്ട് ആയിരുന്നു ഓരോന്നിനും. എനിക്ക് ഈ വർഷം വരെ പച്ചക്കറികൾ, കോവലടക്കമുള്ള പച്ചക്കറികൾ, ചതുരപ്പയറടക്കമുള്ള പയർ എല്ലാം നമ്മളെ എന്താ പറയണ്ട, റെഡ് ലേഡി എന്ന് പറയുന്ന കർമോസ്, ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്രയും റിസൾട്ട് തന്ന സാധനങ്ങളാണ്. അപ്പം ഞാനിത് അതുപോലെ തെങ്ങ് കരപ്പറമ്പായിരുന്നു, അവിടെ ഞാൻ ഹരിസഞ്ജീവനി ഉപയോഗിച്ചു. ആ മഴക്കാലം അടുപ്പിച്ചായിരുന്നു. ആ സമയത്ത് ഞാൻ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നോ. അപ്പം സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നൊരു 3 ഇരട്ടിക്ക് മുകളിൽ തേങ്ങ ഉണ്ടായി. തെങ്ങിനെന്ന് പറഞ്ഞാൽ നല്ല കളറാണ്. ഒരു നമ്മളെന്താ പറയുക, എണ്ണ മെഴുക്കെന്ന് പറയില്ലേ, ആ അവസ്ഥയിലേക്കായിരുന്നു തെങ്ങിൻ്റെ എല്ലാ അവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പം റിസൾട്ട് അപാരം. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ കാക്കങ്ങാട് ഒരു ആർസിം ഷോപ്പ് ചെയ്യുന്നു. ഇരട്ടി വിനോദ് സാറിന്റെ കൂട്ടത്തിലുള്ള ആളാണ്. സാറിന് പരിചയമുണ്ട്. ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യം തൊട്ടുമുള്ള ആൾ ചോദിച്ചു. അപ്പം രണ്ടാമത് ചോദിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ പറയാം. റബ്ബറിന് എനിക്കുണ്ട് ഒരു 1000-600 റബ്ബറുണ്ട്. അപ്പോൾ റബ്ബറിന് നമ്മൾ എന്താണ് റബ്ബറിന് സോയിൽ ഹെൽത്ത്, ഇപ്പൊ അദ്ദേഹം ചോദിച്ച് പട്ടമരപ്പിന് ഡിഫൻഡ് ഉപയോഗിക്കാൻ പറ്റുക, സോയിൽ ഹെൽത്ത് ആണ് റബ്ബറിന് വേണ്ടത്. വയനാട്ടിൽ നിന്നാണ്. എൻ്റെ പേര് പ്രീത. അത് പുതിയ ഫോൺ മാറ്റിയപ്പം അതൊന്ന് മാറിയിട്ടില്ല. പേരെന്താ വരാത്തെന്ന് അറിയില്ല എനിക്ക്. ഞാന് ഹരിത സഞ്ജീവനിന്റെ ഗാർഡൻ ഗോൾഡാണ് ആദ്യം ഉപയോഗിച്ചത്. എനിക്ക് ഞാൻ കുറച്ച് പച്ചക്കറിയും പിന്നെ പൂച്ചെടികളിലും അതിൽ ചെമ്പരത്തി ഒന്നും അധികം ഇങ്ങനെ പൂക്കുന്നില്ലായിരുന്നു. അത് ഗാർഡൻ ഗോൾഡിന്റെ ഇത് ഉപയോഗിച്ചപ്പോഴത്തേക്കും പൂവ് നല്ലോണം ആവാൻ തുടങ്ങി. അതുപോലെ റോസയൊക്കെ നിറയെ മൊട്ടായി. അവിടെ ഇവിടെയൊക്കെ ഓരോ പൂവുണ്ടാവുന്നതിൽ നിറയെ മൊട്ടായിട്ട് ഇഷ്ടം പോലെ റോസപ്പൂവൊക്കെ ആയി. പിന്നെ ഒരു നേന്ത്രവാഴയ്ക്ക് ഞാൻ ചെയ്തു. അതിന് 19 കിലോ ഉള്ള ഒരു നേന്ത്രവാഴ കിട്ടി. അപ്പൊ അതിന്റെ ഒരു പടൽ ഇതാ, ഏറ്റവും താഴത്തെ പടലാണിത്. മറ്റേത് ഒരാള് വന്ന് കണ്ടിട്ട് ജൈവവളത്തിന്റെയാന്ന് പറഞ്ഞപ്പം അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവര് മേടിച്ചോണ്ട് ഒന്നുകൂടെ അടുപ്പിച്ച് പിടിക്കുവാനും കാണട്ടെ, ആളുകൾ എല്ലാരും കാണട്ടെ. ഇതാ ഏറ്റവും താഴത്തെ പടല് കണ്ടോ? ഇതാണ് 19 കിലോ ഉണ്ടായിരുന്നു. അതുപോലെ വഴുതന, അതാ എല്ലാം ജൈവവളം പറയുമ്പം ഇവിടെ വീട്ടിന്റെ ഇവിടെ തന്നെ ഉണ്ട് കുറച്ച്, പിന്നെ കുറച്ച് വയലും നട്ടിട്ടുണ്ട്. അപ്പൊ അത് ജൈവവളാന്ന് പറയുന്നതുകൊണ്ട് എല്ലാവരും പച്ചക്കറി ആവുമ്പം വേണം മറ്റേ എൻ്റെ അടുത്ത് കോവലൊക്കെ ഒരു 3-4 ദിവസം കൂടുമ്പോ ഒരു 2 കിലോന്റെ അടുത്ത് കിട്ടും. അതുപോലെ വഴുതിനിങ്ങി അതേപോലെ 2 കിലോന്റെ അടുത്ത്. ഞാൻ ഫോട്ടോ എടുത്തു വെച്ചില്ല കേട്ടോ. ആദ്യം കുറച്ച് ചെയ്തതിന്റെ വീഡിയോ മാത്രമേ എടുത്തു വെച്ചുള്ളൂ. അത് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. ബാക്കിയൊന്നും ഫോട്ടോ എടുത്തു വെച്ചില്ല, അതെന്റെ കേട്ടപ്പോഴാണ് മനസ്സിലായത്. ഇനി എടുക്കും, ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും.
സൂമിൽ നമ്മള് പറയൂ മാഡം. നമ്മള് ഗാർഡൻ ഗോൾഡ് ഇട്ടതാണ്. ആ ഇത് നമ്മള് മഞ്ഞൾ പൊരിച്ച തറയില് വേനൽക്കാലത്ത് കണിവെള്ളരി നട്ടതാണ്. ഇപ്പോഴും ഉണ്ട്. മത്തൻ അടിപൊളി. എവിടെയാണ് സ്ഥലം? എവിടെയാണ് സ്ഥലം? ചേലോറ. ചേലറ. ഓക്കെ, താങ്ക് യു. മഞ്ഞൾ കൃഷി തറയില് നട്ടതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. കാഞ്ഞങ്ങാട് പെരിയയിലാണ്. ആ ഞാൻ എനിക്കൊരു സംശയമുണ്ട്. കാരണം നമ്മൾക്ക് കുറച്ച് കവുങ്ങ് കൃഷിയുണ്ട്. അപ്പൊ അതിന് ഇപ്പൊ അടക്കൊക്കെ ഇപ്പൊ മഹാളി രോഗം പിടിക്കുന്ന അവസരമല്ലേ ഇപ്പൊ മഴക്കാലത്ത്. അപ്പൊ അത് നമ്മൾ എന്താ അടിച്ചു കൊടുക്കും? അത് ഒന്ന് പറഞ്ഞാല്. അടക്കൊക്കെ അതിന് സോയിൽ ഹെൽത്ത്, ഫ്രൂട്ട് സ്പെഷ്യൽ, ഡിഫൻഡ്, സ്പ്രേമാക്സ്, ഇതാണ് അതിന്റെ കോമ്പിനേഷൻ. സോയിൽ ഹെൽത്ത് കുരുവെടുത്ത് നട്ടതാണ്. ആ പൊട്ടുപ്ലാവിന്റെ കുരുവെടുത്ത് നട്ട് കഴിഞ്ഞാൽ അതിൽ ചക്ക ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ അത് നട്ട് 3-ാം കൊല്ലം തന്നെ ഞാൻ ഇട്ട് കൊടുത്തത് നമ്മുടെ ഗാർഡൻ ഗോൾഡാണ്. ഗാർഡൻ ഗോൾഡ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെള്ളമൊഴിച്ചു, മണ്ണ് ഇട്ട് കൊടുത്തു. 3-ാം കൊല്ലം കായ്ച്ചു, ചക്ക ഉണ്ടാക്കി കിട്ടിയെന്നുള്ള സൂപ്പർ ചക്ക. അപ്പം അങ്ങനെ പിന്നെ കോവലം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുപോലെ മുളക്, കപ്പലണ്ടി വരെ ഞാനിവിടെ ചെയ്തു. നല്ല റിസൾട്ടാണ്. മട്ടുപാവിലാണ് ചാക്കിൽ കപ്പലണ്ടിക്ക് ഇട്ട് കൊടുത്തത്. കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് ഉണ്ടായി കേട്ടോ. ഇപ്പം ഞാൻ മധുരം കിഴങ്ങും മട്ടുപാവിൽ ചാക്കിൽ വെച്ചിട്ടുണ്ട്. അതും നല്ല റിസൾട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ സാർ, താങ്ക് യു സർ. ഓർഗാനിക് ആണ് അല്ലെങ്കിൽ ഇത്തരത്തിലാണ് കൃഷി ചെയ്തത് എന്നുള്ള ഇൻഫർമേഷനൊക്കെ കൂടുതൽ നമുക്ക് പ്രചോദനം തരുന്നതാണ്. ഒത്തിരി കൃഷിക്കാരെ സഹായിക്കാനും അതിലൂടെ ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെയൊക്കെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാക്കാനും നമുക്ക് കഴിയും. ഈ കാര്യത്തിൽ ആർസിഎമ്മിനും ഹരിസഞ്ജീവനിക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കാർഷിക രംഗത്ത് ഒരു പുരോഗതി, അഭിവൃദ്ധി, നന്മ കൊണ്ടുവരാൻ ഇന്ന് നിലവിലുള്ള മറ്റൊരു സംവിധാനങ്ങൾക്കും കഴിയില്ല എന്നുള്ളത് നമുക്ക് വളരെ ഉറപ്പായിട്ട് പറയാൻ കഴിയും. നമ്മുടെ ഈ കൂട്ടായ്മ ശക്തമായിട്ട് പ്രൊമോട്ട് ചെയ്താൽ വരും തലമുറ സുരക്ഷിതമായിരിക്കും ഭാരതത്തിൽ. തീർച്ചയായിട്ടും വളരെ സന്തോഷം അനീഷ് സർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ മണ്ണിലിട്ട് കഴിഞ്ഞിട്ട് ദിവസം എണ്ണി 2-ാമത്തെ 3-ാമത്തെ സ്റ്റേജ് അപ്ലൈ ചെയ്യാനായിട്ട് തിരക്ക് കൂട്ടരുത്. വെള്ളം വീണ് നനഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വക കുറച്ച് കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ നല്ല റിസൾട്ടുകൾ കിട്ടും. ഏതായാലും നെൽകൃഷി അല്ല എന്താ പറയുക, ഏലകൃഷിയെക്കുറിച്ചുള്ള അനുഭവം പറയാൻ തങ്കച്ചൻ സാർ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ കിട്ടിയില്ല. അദ്ദേഹത്തിന് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം കാരണം നമുക്ക് അതിൻ്റെ റിസൾട്ടുകൾ ഒന്നും കാര്യമായിട്ട് കിട്ടിയില്ല. ഒത്തിരി ആളുകൾക്ക് ഹരിസഞ്ജീവനി കൊടുത്ത് അല്ലെങ്കിൽ സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലൊക്കെ ആണെന്ന് തോന്നുന്നു കൊടുത്ത് ഏലത്തിന് അതിശയിപ്പിക്കുന്ന റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളാണ്. കാരണം ഞങ്ങളെ കണക്കൂട്ടിയപ്പോൾ 40,000 ഹെക്ടർ ഏലകൃഷി ഉണ്ടെന്നാണ് പറയുന്നത് ഇടുക്കി ജില്ലയിൽ. എന്ന് പറഞ്ഞാൽ 40,000 ഹെക്ടർ ഏതാണ്ട് 1,00,000-ഓളം ഏക്കർ. ഒരേക്കറിന് 6 മാസത്തിൽ ഒരിക്കൽ ഏകദേശം 4,500 മുതൽ 6,000 രൂപയുടെ വരെ ഹരിതഞ്ജീവനി ആവശ്യം വരും 6 മാസത്തിൽ. അപ്പോൾ ഒരു വർഷം എത്ര വരും? 12,000. 1,00,000 ഏക്കറിന് 12,000 വെച്ച് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ലക്ഷം കോടി PV ജനറേറ്റ് ചെയ്യാൻ പറ്റും ഏലത്തിന് മാത്രം ഇടുക്കി ജില്ലയിൽ. ഞാൻ പറഞ്ഞില്ലേ